ഹലോ ഗൈസ്, ഞങ്ങളിന്ന് ഇപ്പോൾ ഒരു യാത്രയിലാണ് കേട്ടോ. ഇവിടെ തന്നെയാണ്, എറണാകുളം ആലുവ റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുണ്ട്, അത് ഫയൽ 2-3 ഫില്ല് ചെയ്യാനുണ്ട്, അത് അയക്കാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ബാങ്കിൽ പോകണം, കുറച്ച് ക്യാഷ് എടുത്തിട്ട് ഗൂഗിൾ പേ ചെയ്യാനുള്ള ക്യാഷ് കുറച്ച് എടുക്കണം. ഞാൻ അത്യാവശ്യത്തിന് മാത്രമേ എടുക്കുള്ളൂ, കാരണം ഇപ്പോഴത്തെ കാലമാണല്ലോ, കുറച്ചുണ്ടെങ്കിൽ മുഴുവനും തട്ടിക്കൊണ്ട് പോകുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് അത്യാവശ്യം ആരെങ്കിലും പറയുമ്പോൾ മാത്രമേ ക്യാഷ് ഇട്ട് കൊടുക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പേടിക്കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് എപ്പോഴും ഗൂഗിൾ പേയിൽ എപ്പോഴും 0 ബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ബാങ്കിലേക്കാണ് പോണത്. 2 ബാങ്കിൽ പോകാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഫോട്ടോ കോപ്പി എടുക്കാനുണ്ട്. അപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പിൽ പോകണം. അത് 2-3 ഷോപ്പിൽ പോയിട്ടാണ്, മൊബൈലിലാണ് എനിക്ക് ആ ഫയൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് മൊബൈലിൽ നിന്ന് എടുക്കാനുള്ള ഒരെണ്ണത്തിൽ പോയപ്പോൾ അവിടുത്തെ മെഷീൻ കേടാണ്, രണ്ടാമത്തേൽ അങ്ങനെ എടുക്കുന്നില്ല. അങ്ങനെ കുറേ സ്ഥലത്ത്. ഇപ്പോൾ ഞാൻ ഇത് കാണിക്കുന്നത് ഹോട്ടലിലാണ് കേട്ടോ. ഹോട്ടലിൽ ഇതൊക്കെ ഉണ്ടായിരിക്കണതില്ലേ, കൊതിയൂറും ചിക്കൻ ലോലിപ്പപ്പ് ഉണ്ട്, മീൻ കറി ഉണ്ട്, കപ്പ, നല്ല അടിപൊളി കപ്പയുണ്ട്. അതൊക്കെ കുറച്ച് പാർസൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മിറിണ്ട വാങ്ങി. അങ്ങനെ ഞങ്ങൾ വിശന്ന് വരഞ്ഞ് ആദ്യം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. ഹോട്ടലിൽ കയറിയിട്ട് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. മീറ്റിങ്ങിലാണ്, കിട്ടിയിട്ടില്ല. അതിനിടയിലാണ് ഞാൻ ആ ഫോട്ടോ ഒക്കെ എടുത്തത്. അതിന് ശേഷം നമുക്ക് ഇപ്പം തന്നെ കൊണ്ടുവരും കേട്ടോ. നമുക്കൊന്ന് കാത്തിരിക്കാം, കാരണം അവിടെ നല്ല തിരക്കുണ്ട്. അതേ സമയമാണല്ലോ. അപ്പോൾ 2 മണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കിൻ്റെ സമയമാണ്. നമ്മുടെ സാധനം കിട്ടിക്കഴിഞ്ഞു. ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി അങ്ങ് മുമ്പിൽ കണ്ടപ്പോൾ തന്നെ പിന്നെ ഞാനൊന്നും നോക്കിയില്ല, വെട്ടി വിടുങ്ങായിരുന്നു ചെയ്ത്. അത്രയ്ക്കും വിശപ്പായിരുന്നു കേട്ടോ. നല്ല വിശപ്പിലാണ് ഹോട്ടലിൽ കയറിയത് തന്നെ. അതോടുകൂടി തന്നെ ഞാൻ കണ്ണും മൂക്കും നോക്കാതെയാണ് വെട്ടി വിഴുങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അവിടുന്ന്. അവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ കുറച്ച് ഡേറ്റ്സ് വാങ്ങി, നല്ല വില കൂടിയ സൈസ് തന്നെ വാങ്ങി. നല്ല